മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി 100 കോടി രൂപ കടക്കുകയാണ്. അതിലേക്ക് പണമെത്തിയ വഴികൾ പലതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതുമാണ്. കൊച്ചിയിൽ ഒരു തട്ടുകട ഒരു ദിവസത്തെ വരുമാനം മുഴുവനായും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ്. ഒപ്പം ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളവും നൽകുന്നു. ആ തട്ടുകടയിൽ എത്തിയ സംഭാവനകളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാണാം റിപ്പോർട്ട്. കാക്കനാട്ടുള്ള സലാം തട്ടുകട ദിവസവും വലിയ തിരക്കുള്ള ഇടമാണ്. ഞായറാഴ്ചകളിൽ പതിവിലും ഇരട്ടിയോളം. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസമാണ് തട്ടുകട ഉടമ സലാം വയനാടിനെ സഹായിക്കാൻ തിരഞ്ഞെടുത്തത്. കഴിച്ചവരാരും ബില്ലിലേക്ക് നോക്കിയില്ല. കഴിയും വിധം പണം നൽകി. 670 രൂപയുടെ ബില്ലിന് 10,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് നൽകിയവരുമുണ്ട് കൊച്ചി. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന മുഴുവൻ കസ്റ്റമറിൻ്റെ പൈസ നമ്മുടെ ലാഭക്കാശ്, അതായത് നമ്മുടെ വരുമാനം എല്ലാം വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനാണ് തീരുമാനിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ തൊഴിലാളികൾ, അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. ഇവരെല്ലാവരുടെ പൂർണ്ണ സമ്മതവും അവർക്കുടെ താല്പര്യവും കൂടി ഉൾക്കൊണ്ടിട്ടാണ് ഇങ്ങനൊരു സംരംഭം ഇവിടെ തുടങ്ങിയത്. ഈ സലാം തട്ടുകട എന്ന് പറയുന്നത് പല പല സേവനങ്ങളും ചെയ്തിട്ടുണ്ട്. കൊറോണ സമയത്താണെങ്കിലും പ്രളയ സമയത്താണെങ്കിലും അല്ലാണ്ട് പല കാര്യങ്ങൾക്കും ഇവർ മുന്നിൽ നിൽക്കുന്നവരാണ്. ലോക്ക്ഡൗൺ കാലത്ത് സാമൂഹിക അടുക്കളയായി പ്രവർത്തിച്ചിരുന്ന ഒരു സംവിധാനമായിരുന്നു സലാം തട്ടുകട. അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. ഇതിപ്പോൾ നമ്മളും പാട്ടാവുന്നുണ്ട്, ഈ ഒരു ഹോട്ടലും പാട്ടാവുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. പ്രാരാബ്ധങ്ങളുമായി നാട് കടന്നെത്തിയ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ കടയിലെ ജീവനക്കാരും ഒരു ദിവസത്തെ വരുമാനം വയനാടിനായി നൽകി. താല്പര്യമായിരുന്നു. ഭായിമാരൊക്കെ ഒരുപാടുണ്ട്, അവർക്ക് ഒരുപാട് സന്തോഷമായി. കാര്യം ദുഃഖകരമായൊരു സംഭവമാണെങ്കിൽ ഇതിൽ പങ്കുചേരാൻ പറ്റുന്നതിന് ഞങ്ങൾക്കൊരു വളരെ സന്തോഷമാണ്. കസ്റ്റമേഴ്സിനും സന്തോഷം, ഞങ്ങളും ഹാപ്പിയാണ്. പിന്നെ മലയാളിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് കുഴപ്പമില്ല, ഒരു ദിവസം ശമ്പളം പോയി കുഴപ്പമില്ല പറഞ്ഞിട്ട് സഹായിച്ചിട്ടുണ്ട്. വയനാട് ജനതയെ സഹായിക്കാൻ വരും ദിവസങ്ങളിലും പല മാർഗങ്ങൾ അവലംബിക്കാനുള്ള ആലോചനയിലാണ് സലാമും സഹപ്രവർത്തകരും. 24 കൊച്ചി. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ വയനാടിനായി കൈകോർക്കുന്നതെന്ന് ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മുടെ നാടൊരു വല്ലാത്ത നാടാണല്ലേ. ഇങ്ങനെ മറ്റെവിടെയും ഉണ്ടാവില്ല. അക്കാര്യത്തിൽ മലയാളികൾ എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാവർക്കും തന്നാലാവുന്നത് എന്ന രീതിയിൽ നമ്മൾ വയനാടിനായി ഒത്തു നിൽക്കുകയാണ്. ആ ഒത്തുചേരൽ അവരെ മുന്നോട്ട്, എങ്ങനെയാണോ അവരുടെ ജീവിതം, അത് പഴയ പോലെ ആവില്ലെങ്കിലും ഒരു പുതിയ ജീവിതം അത് അവർക്കുണ്ടാവുന്നതുവരെ ആ സഹായം നമ്മൾ തുടരേണ്ടതുണ്ട്.